ഹലോ ഷാലോ, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക്, അവസാന പേജുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു കൊച്ചു കഥയാണ്. ഒരു തടാകത്തിന്റെ തീരത്ത് ഒച്ചകളെയും തിരഞ്ഞു നടക്കുകയായിരുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ കൊക്ക്. പെട്ടെന്ന് അതിമനോഹരിയായ ഒരു അരയന്നം അവിടെ പറന്നിറങ്ങി. അത്ഭുതം കൂറുന്ന മിഴികളോടെ കൊക്ക് കുറേ നേരം അരയന്നത്തെ നോക്കി നിന്നിട്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? അരയന്നം ഉത്തരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ലാത്ത കൊക്കിന്റെ മുഖഭാവം സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കുവാൻ അരയന്നത്തെ പ്രേരിപ്പിച്ചു. സ്വർണം കൊണ്ട് നിർമ്മിച്ച നഗരത്തെക്കുറിച്ചും രത്നക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകളെക്കുറിച്ചും നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന സ്ഫടിക അരുവിയെക്കുറിച്ചുമൊക്കെ വാതോരാതെ അരയന്നം വർണ്ണിച്ചു. താല്പര്യമെങ്കിൽ കൊക്കിനെ സ്വർഗം കാണിക്കുവാൻ കൊണ്ടുപോകാം താനെന്നും അരയന്നം പറഞ്ഞു. അരയന്നത്തിന്റെ സംസാരം അവസാനിച്ചപ്പോൾ കൊക്ക് ചോദിച്ചു, സ്വർഗത്തിൽ ഒച്ചകളുണ്ടോ? കൊക്കിന്റെ ചോദ്യം കേട്ട് അരയന്നം നിശബ്ദയായി. പിന്നെ പതിയെ പറഞ്ഞു, ഇല്ല, സ്വർഗത്തിൽ ഒച്ചകളില്ല. നിമിഷങ്ങൾക്കകം കൊക്ക് പറഞ്ഞു, ഒച്ചകളില്ലാത്ത നാട്ടിലേക്ക് ഞാൻ പോരുന്നില്ല. 1 വർഷം കൂടി നമ്മളെ കടന്നു പോകുന്നു, മെച്ചപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇന്നോളം തേടിപ്പിടിച്ചിരുന്ന ഒച്ചകളെ ഇനിയും തേടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാകട്ടെ. അല്ല, ഒച്ചകളെ ഉപേക്ഷിച്ച് സ്വർഗം തേടാനാണ് താല്പര്യമെങ്കിൽ ഒരു ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? പാവപ്പെട്ടവരെ ഊട്ടാൻ സഹായം ചോദിച്ച് കൈനീട്ടിയപ്പോൾ കയ്യിൽ തുപ്പിക്കൊടുത്തവനോട് എനിക്കുള്ളതായി ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരൂ എന്ന് മദർ തെരേസയെ പറയാൻ പ്രേരിപ്പിച്ചത് അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. മദർ തെരേസയെ സംബന്ധിച്ച് അത് അഗതികളിലും പാവപ്പെട്ടവരിലും അവളുടെ ആത്മനാഥനായ ക്രിസ്തുവിനെ കണ്ട് സ്നേഹത്തോടും അനുകമ്പയോടും അന്തസ്സോടും കൂടി അവരെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു. എഴുതാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്തുകൊണ്ട് ഞാനിത് എഴുതണം? ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ചുള്ള ജീവിതം കൂടുതൽ സംതൃപ്തി നൽകും, ആനന്ദം നൽകും. അതിലൂടെ നന്മ വളരും, നന്ദി വളരും. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് when gratitude begins.